ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേന വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചേന വെച്ചിട്ട് പല റെസിപ്പികളും നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു ചേന വരട്ടിയത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും ഇല്ലെങ്കിലും ഈ ഒരൊറ്റ ചേന വരട്ടിയത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ വരുന്ന ഒരു ചേനയുടെ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പിലോട്ട് മാറ്റാം. വെള്ളം കൂടിപ്പോകരുത്, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. തീ കുറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കണം. ഇതിൽ വെള്ളം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നവരെ നമുക്കിത് ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിനു മുമ്പൊരു ചേന ഫ്രൈയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേന ഫ്രൈ തന്നെയാണ്. അതുപോലെ ചേന കറിയുടെ റെസിപ്പിയും വറുത്തരച്ച ചേനക്കറിയുടെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വരെ പച്ച വെളിച്ചെണ്ണയും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ വേറൊരു രീതിയിൽ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ ചേനയിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഇതൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് വറുത്തൊഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ ചേന വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓയിൽ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന ടൈമിൽ 2 3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ 1 തണ്ട് കറിവേപ്പില കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെയും നമുക്ക് ചേന വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ ചേന വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇതുപോലെ കുറച്ച് ഉടനെ രൂപത്തിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല. നമുക്കിത് മാത്രം മതിയാവും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ചേന കട്ട് ചെയ്യുന്ന ടൈമിൽ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് കൂടി പറഞ്ഞു തരാം. ചേന കട്ട് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. ഒട്ടും തന്നെ കൈ ചൊറിയത്തില്ല. അപ്പോൾ ഇനി എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.